ട്രാവലർ നോച്ചിൻ്റെ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളതാണ്. റെക്ടാങ്കുലർ നോച്ചിൻ്റെ CD കണ്ടെത്തുന്നതിനും 2 ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ്. ട്രാവലർ നോച്ചിൻ്റെ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതേ പ്രൊസീജിയർ തന്നെയാണ് ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാനും ഉപയോഗിക്കുന്നത്. ഇവിടെ നോച്ചിൻ്റെ ആ ഒരു കാര്യം മാത്രം മാറ്റണ്ടാവും. ട്രയാങ്കുലർ നോച്ചിന് പകരം റെക്ടാങ്കുലർ നോച്ച് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ റീഡിങ്സ് എടുക്കുന്നതും ട്രയാങ്കുലർ നോച്ചിന് ചെയ്തത് എങ്ങനെയാണോ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് അതിൻ്റെ അപ്പാരറ്റസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് മെയിൻ വാട്ടർ ഇൻലെറ്റാണ്. ഇവിടെ ഒരു ടാങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടാങ്കിലേക്ക് വെള്ളം വരുന്ന ഒരു പൈപ്പ്. ഈ ടാങ്കിൽ നിന്ന് ഒരു ഓപ്പൺ ചാനൽ, ആ ഓപ്പൺ ചാനലിൻ്റെ എൻഡിലാണ് നമ്മുടെ റെക്ടാങ്കുലർ നോച്ച് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഗിവൺ ഡാറ്റയിൽ നമുക്ക് നോച്ചിൻ്റെ ഈ ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. നേരത്തെ ട്രയാങ്കുലർ നോച്ചിന് ആംഗിൾ തന്നതുപോലെ തന്നെ ഇവിടെ റെക്ടാങ്കുലർ നോച്ചിന് ബ്രെഡ്ത്താണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മളുടെ റെക്ടാങ്കുലർ നോച്ചിൻ്റെ ബ്രെഡ്ത്താണ് ഈ കാണുന്നത് 10 cm. ഇനി ഇവിടെ നമുക്കൊരു കളക്റ്റിംഗ് ടാങ്ക് ഉണ്ട്. അപ്പോൾ നോച്ചിന് മുകളിലൂടെ വരുന്ന വെള്ളം ഈ കളക്റ്റിംഗ് ടാങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്നു. ഈ കളക്റ്റിംഗ് ടാങ്കിൻ്റെ ഏരിയ, ഇതിൻ്റെ സൈസ് നമുക്ക് തന്നിട്ടുണ്ട്. ലെങ്ത്ത് 40 cm ആണ്, അതേപോലെ ബ്രെഡ്ത്തും 40 cm ആണ്. പിന്നെ ഈ കളക്റ്റിംഗ് ടാങ്കിൻ്റെ ഒരു സൈഡിൽ വാട്ടർ ലെവൽ എത്രയാണെന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പീസോമീറ്റർ ചോറ്. പിന്നെ ഇതിൽ വീഴുന്ന കളക്റ്റിംഗ് ടാങ്കിൽ വീഴുന്ന വെള്ളം നമുക്ക് പുറത്തേക്ക് ഒഴുക്കി കളയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഔട്ട്ലെറ്റ് വാൾവും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ടോട്ടലി ഈ വെള്ളം മുഴുവൻ താഴെ ഒരു സമ്പിലേക്കാണ് വന്ന് വീഴുന്നത്. മുകളിലായിട്ട് ഒരു ഹുക്ക് ഗേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിൽ ലെവൽ റീഡിങ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ ഹെഡ് ഓവർ നോച്ച് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആ റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പ്. എക്സ്പെരിമെൻറ്റിൻ്റെ എയിമായിട്ട് പറഞ്ഞിരിക്കുന്നത് CD കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഷ്യോ ആണെന്ന് നമുക്കറിയാം. ആക്ച്വൽ ഡിസ്ചാർജും തിയററ്റിക്കൽ ഡിസ്ചാർജും തമ്മിലുള്ള ഒരു റേഷ്യോ. അപ്പോൾ അവിടെ നമുക്ക് തിയററ്റിക്കൽ ഡിസ്ചാർജ് കാണണം, അതേപോലെ ആക്ച്വൽ ഡിസ്ചാർജും കാണണം. അപ്പോൾ ആദ്യം നമുക്ക് തിയററ്റിക്കൽ ഡിസ്ചാർജ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. അതിന് നമുക്കൊരു ഫോർമുല തന്നിട്ടുണ്ട്. 2/3 √2g dh⁻². അപ്പോൾ അതിൽ നമുക്ക് സ്മോൾ ലെറ്റർ G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അതുപോലെ സ്മോൾ ലെറ്റർ B അത് റെക്ടാങ്കുലർ നോച്ചിൻ്റെ ബ്രെഡ്ത്ത് ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഗിവൺ ഡാറ്റ ആയിട്ട് നമ്മൾ 10 cm കണ്ടതാണ്. പിന്നെ അതിൽ വരുന്നത് ക്യാപിറ്റൽ H എന്നുള്ളൊരു ഫാക്ടറാണ്. അതിനെ നമ്മൾ ഹെഡ് ഓവർ ദ നോച്ച് എന്ന് പറയും. അപ്പോൾ ഹെഡ് ഓവർ ദ നോച്ച് നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യേണ്ട റീഡിംഗ് ആണ്. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹുക്ക് ഗേജ് റീഡിംഗ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ക്യാപിറ്റൽ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2 - H1 എന്നുള്ള അതിൻ്റെ ഡിഫറൻസാണ്. അപ്പോൾ അതിൽ H1 എന്ന് പറയുന്നത് സിൽ ലെവൽ റീഡിംഗ് ആണ്. ഇത് വെള്ളം ഈ നോച്ചിന് മുകളിലൂടെ ഒഴുകാത്ത ജസ്റ്റ് ടെൻസ് ടു ഫ്ലോ എന്ന് പറയുന്ന ആ കണ്ടീഷനിൽ ഉള്ള ഹുക്ക് ഗേജ് റീഡിംഗ് ആണ്. അത് നമ്മൾ H1 ആയിട്ടെടുക്കും. പിന്നെ നമ്മൾ ഫ്ലോ കൂട്ടിക്കഴിഞ്ഞ് നോച്ചിന് മുകളിലൂടെ വെള്ളം ഈ കളക്റ്റിംഗ് ടാങ്കിലേക്ക് വീഴുന്ന സമയത്ത് ഒരു റീഡിംഗ് എടുക്കും. അതിനെ നമുക്ക് H2 ആയിട്ട് കണക്കാക്കാം. അപ്പോൾ അതും H2 എടുക്കുന്നത് ഈ ഹുക്ക് ഗേജ് വെച്ച് തന്നെയാണ്. H1 - H2 അല്ലെങ്കിൽ H2 - H1 എന്നുള്ള ആ ഡിഫറൻസിനെ നമുക്ക് ഹെഡ് ഓവർ ദി നോച്ച്, അതായത് ക്യാപിറ്റൽ H നമുക്ക് അങ്ങനെ കിട്ടും.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയററ്റിക്കൽ ഡിസ്ചാർജ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ആക്ച്വൽ ഡിസ്ചാർജാണ്. ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു കളക്റ്റിംഗ് ടാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കളക്റ്റിംഗ് ടാങ്കിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്കറിയാം. പിന്നെ നമുക്ക് ഈ കളക്റ്റിംഗ് ടാങ്കിൽ ഒരു 5 സെൻറ്റിമീറ്റർ റൈസിന് വേണ്ടിയിട്ടുള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആ ടൈം എടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കാം. അത് നമ്മൾ എക്സ്പെരിമെൻ്റ് ഒന്ന് റൺ ചെയ്യുന്നത് കാണുന്ന സമയത്ത് മനസ്സിലാവും. കളക്റ്റിംഗ് ടാങ്കിൻ്റെ ഏരിയ, അതേപോലെ 5 സെൻറ്റിമീറ്റർ റൈസ്, അതിന് വേണ്ടിയിട്ടുള്ള ടൈം, ഈ 3 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടെത്താം. എന്നുള്ള ഫോർമുല വന്നിട്ടുണ്ട് AX/T. ആ ക്യാപിറ്റൽ ലെറ്റർ A എന്ന് പറയുന്നതാണ് ഏരിയ ഓഫ് ദി കളക്റ്റിംഗ് ടാങ്ക്. ആ ഏരിയ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിരിക്കുന്നത്. എക്സ് എന്നുള്ളത് നമ്മൾ 5 സെൻറ്റിമീറ്റർ റൈസിനെയാണ് പറയുന്നത്. അത് നമുക്ക് 5 സെൻറ്റിമീറ്ററോ 6 സെൻറ്റിമീറ്ററോ 10 സെൻറ്റിമീറ്ററോ എത്ര വേണമെങ്കിലും എടുക്കാം. നമ്മളിവിടെ കോമൺ ആയിട്ട് എല്ലാ എക്സ്പെരിമെൻറ്റിനും 5 സെൻറ്റിമീറ്റർ റൈസിന് വേണ്ടിയിട്ടുള്ള ടൈമാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ എക്സ് എന്നുള്ളത് 5 cm ആയിട്ട് എടുക്കാം. പിന്നെ ടി എന്നുള്ളത്, സ്മോൾ ലെറ്റർ ടി എന്നുള്ളത് സ്റ്റോപ്പ് വാച്ചിൽ നമുക്ക് 5 സെൻറ്റിമീറ്റർ റൈസിന് വേണ്ടി എടുക്കുന്ന സമയമാണ്. എടുക്കുന്നത് ആക്ച്വൽ ഡിസ്ചാർജാണ്. അപ്പോൾ ആക്ച്വൽ ഡിസ്ചാർജ് കിട്ടി, തിയററ്റിക്കൽ ഡിസ്ചാർജ് കിട്ടി. അത് തമ്മിലുള്ള റേഷ്യോ കണ്ടെത്തിയാൽ നമുക്ക് CD കിട്ടും. അപ്പോൾ ഒരു സെറ്റ് റീഡിങ് എടുത്തതിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾ ഫ്ലോ കൂട്ടുന്നു. അതിനനുസരിച്ച് H2 മാറുന്നു, H2 - H1 മാറുന്നു, ക്യാപിറ്റൽ H മാറുന്നു. ആ സമയത്ത് ഉള്ള ഡിസ്ചാർജ് വീണ്ടും രണ്ടാമത്തെ സെറ്റ് റീഡിംഗ് ആയിട്ട് എടുക്കുന്നു. ഇങ്ങനെ നമ്മളൊരു 5 or 6 സെറ്റ് റീഡിങ് ഈ ഹെഡ് ഓഫ് ദി നോച്ചിലുള്ള വ്യത്യാസം എടുത്തുകൊണ്ട് എക്സ്പെരിമെൻ്റ് പൂർത്തിയാക്കുന്നു. അതിനുശേഷം നമുക്ക് 2 ഗ്രാഫും കൂടി പ്ലോട്ട് ചെയ്താൽ എക്സ്പെരിമെൻ്റ് തീർന്നു. ഇനി എക്സ്പെരിമെൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഈ സിൽ ലെവൽ റീഡിങ് ഹുക്ക് ഗേജ് ഉപയോഗിച്ചിട്ട് അത് കണ്ടെത്തുന്നതാണ്. ഇത് സിൽ ലെവൽ റീഡിങ് എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കുലാർ നോച്ചിൻ്റെ മുകളിലൂടെ വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൂയിഡ് ടെൻസ് ടു ഫ്ലോ, ഒഴുകാൻ പാടില്ല, എന്നാൽ നോച്ചിന് മുകളിലൂടെ ഒഴുകുന്നതിന് മുൻപുള്ള ആ റീഡിങ്. സിൽ ലെവൽ റീഡിങ് എടുക്കുന്നതിന് വേണ്ടി വാട്ടർ മെയിൻ ഇൻലെറ്റ് വാൾവ് തുറക്കാൻ പോവാണ്. ഇപ്പോൾ ഈ ഓപ്പൺ ചാനലിലൂടെ വെള്ളം നോച്ചിന് മുകളിലൂടെ ഈ കളക്റ്റിംഗ് ടാങ്കിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ സിൽ ലെവൽ റീഡിങ് എടുക്കുന്നതിന് വേണ്ടി ഈ ഫ്ലോ പൂർണ്ണമായും നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ മെയിൻ ഇൻലെറ്റ് വാൾവ് ഇവിടെ തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഈ ഫ്ലോ, ഈ ടാങ്കിലേക്കുള്ള ഫ്ലോ പൂർണ്ണമായും നിന്ന് വാട്ടർ ടെൻസ് ടു ഫ്ലോ എന്ന ഒരു സ്റ്റേജ് എത്തി നിൽക്കും. അതായത് നോച്ചിന് മുകളിലൂടെ വെള്ളം ഫ്ലോ ചെയ്യാതെ ഫ്ലോ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്ന ആ ഒരു അവസ്ഥ. ആ സമയത്താണ് നമ്മൾ ഹുക്ക് ഗേജ് ഉപയോഗിച്ച് സിൽ ലെവൽ റീഡിങ് എടുക്കുന്നത്. ഇവിടെ ഈ സമയത്ത് നമുക്ക് കാണാൻ കഴിയും ഫ്ലോ പൂർണ്ണമായിട്ടും നിന്നിട്ടുണ്ട്. അതേസമയം നോച്ചിൻ്റെ ഈ എഡ്ജ് വരെ വാട്ടർ ലെവല് ഒഴുകാത്ത സമയത്ത്, ഫ്ലോ ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് എന്നാൽ ഒഴുകാൻ തുടങ്ങുന്ന ആ ഒരു സമയത്തുള്ള ഹുക്ക് ഗേജ് റീഡിങ്, അതിനെയാണ് സിൽ ലെവൽ റീഡിങ് എന്ന് പറയുന്നത്.
ഈ സിൽ ലെവൽ റീഡിംഗ് എടുക്കുന്നതിന് വേണ്ടി ഹുക്ക് ഗേജിൻ്റെ ഈ പോയിൻ്റർ ജസ്റ്റ് വാട്ടർ സർഫസിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഹുക്ക് ഗേജിൻ്റെ റീഡിങ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. 17.8 cm. അതായത് ജസ്റ്റ് ഹുക്ക് ഗേജിൻ്റെ ഈ പോയിൻ്റർ വാട്ടർ സർഫസിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഹുക്ക് ഗേജ് റീഡിങ്, അതിനാണ് സിൽ ലെവൽ റീഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിന് ശേഷം H2 കണ്ടെത്തണം. ദെൻ H2 മൈനസ് H1, H2 മൈനസ് സിൽ ലെവൽ റീഡിങ്. അതിനെയാണ് ഹെഡ് ഓവർ ദ നോച്ച് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ H കൊണ്ട് സൂചിപ്പിച്ചത്. നമുക്കിവിടെ സിൽ ലെവൽ റീഡിങ് 17.8 cm കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻലെറ്റ് വാൾവ് തുറന്ന് ഫ്ലോ കൂട്ടാൻ പോവുകയാണ്. അത് കൂടുതലായിട്ട് തുറന്നിട്ടില്ല. നോച്ചിന് മുകളിലൂടെ വെള്ളം കളക്ടിംഗ് ടാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഹുക്ക് ഗേജിൻ്റെ പോയിൻ്റർ വാട്ടർ സർഫസിലേക്ക് കൊടുന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന ഇവിടെ കാണാൻ കഴിയും. ഹുക്ക് ഗേജിൻ്റെ പോയിൻ്റർ വാട്ടർ സർഫസിലേക്ക് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന പോയിൻ്റ് 18.5 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് H2 എന്ന് പറയാം. ഇനി ഈ സമയത്ത് ഈ H2 എന്നുള്ള റീഡിങ് നിലനിർത്തിക്കൊണ്ട് കളക്ടിംഗ് ടാങ്കിലേക്ക് വീഴുന്ന വെള്ളം ഒരു 5 സെൻറ്റിമീറ്റർ റൈസ്, അതിന് വേണ്ട ടൈം നമ്മൾ സ്റ്റോപ്പ് വാച്ച് എടുത്ത് കണ്ടെത്തും. അപ്പോൾ 5 സെൻറ്റിമീറ്റർ റൈസ് അതിന് വേണ്ട ടൈം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് AX/T എന്നുള്ള ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈ H2 എന്നുള്ള ഈ ഒരു പോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു റീഡിങ്ങിന് കറസ്പോണ്ടിങ് ആക്ച്വൽ ഡിസ്ചാർജ് നമ്മൾ എത്ര മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണെന്നുള്ളത് കണ്ടെത്താൻ കഴിയും. ടാങ്കിൻ്റെ ഔട്ട്ലെറ്റ് വാൾവ് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. കളക്ടിംഗ് ടാങ്കിൽ ഇപ്പോൾ പീസോമീറ്ററിലൂടെ നിങ്ങൾക്ക് വാട്ടർ റൈസ് ചെയ്യുന്നത് കാണാൻ കഴിയും. ഇവിടെ 5 സെൻറ്റിമീറ്റർ റൈസിന് വേണ്ടിയിട്ടുള്ള ടൈമാണ് നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും പീസോമീറ്റർ ട്യൂബ് അതിൻ്റെ റീഡിങ്സുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയെങ്കിലും വെച്ച് ഒരു 5 സെൻറ്റിമീറ്റർ റൈസിന് വേണ്ടിയിട്ടുള്ള ടൈമാണ് എടുക്കുന്നത്. വാട്ടർ റൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ 45 എന്നുള്ള ആ റീഡിങ് മുതൽ 40 വരെയുള്ള റീഡിങ്ങാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 40 എന്നുള്ള പോയിന്റിലേക്ക് വാട്ടർ ലെവൽ എത്തുന്ന സമയത്ത് സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്യും. റീഡിങ്ങിൽ ഉള്ള സ്റ്റോപ്പ് വാച്ചിലെ ടൈം ഒന്ന് നോട്ട് ചെയ്യണം. 1 മിനിറ്റ് ആൻഡ് 13 സെക്കൻഡ്, 73 സെക്കൻഡാണ് നമുക്ക് ഈ കളക്ടിംഗ് ടാങ്കിൽ 5 cm റൈസിന് വേണ്ടിയിട്ട് എടുത്ത സമയം. നെക്സ്റ്റ് റീഡിങ് എടുക്കുന്നതിന് വേണ്ടി വീണ്ടും ഇൻലെറ്റ് വാൾവ് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് ഫ്ലോ കുറച്ചുകൂടി കൂട്ടി കൊടുത്തു. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, ഈ ചാനലിലൂടെയുള്ള ഫ്ലോ ഒന്ന് സ്റ്റഡിയായി കിട്ടുന്നത് വരെ. ദെൻ അതിനുശേഷം ഹുക്ക് ഗേജ് ഉപയോഗിച്ച് വീണ്ടും H2 റീഡിങ് എടുക്കണം. അപ്പോൾ ഹുക്ക് ഗേജിൻ്റെ പോയിന്റ് ഇപ്പോൾ വാട്ടർ സർഫസിലേക്ക് കൊടുന്ന്
നിർത്തി. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 18.9 cm ആണ് H2 റീഡിംഗ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ സമയം കളക്ടിംഗ് ടാങ്കിലേക്ക് വീഴുന്ന വെള്ളത്തിൻ്റെ ആക്ച്വൽ ഡിസ്ചാർജ് നമുക്ക് കണ്ടെത്തണം. കളക്ടിംഗ് ടാങ്കിൻ്റെ ഔട്ട്ലെറ്റ് വാൾവ് ക്ലോസ് ചെയ്തു. ഇനി പിസോമീറ്റർ ട്യൂബിലൂടെ വാട്ടർ റൈസ് ചെയ്യുന്നത് കാണാം. അങ്ങനെ റൈസ് ചെയ്ത് വരുന്ന സമയത്ത് 5 cm റൈസിന് വേണ്ടിയിട്ടുള്ള ടൈം നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് എടുക്കും. നമുക്ക് കിട്ടിയ ടൈം 35.6 സെക്കൻഡാണ്. ഇനി അതിനുശേഷം കളക്ടിംഗ് ടാങ്കിലെ വെള്ളം നമ്മൾ ഈ ഔട്ട്ലെറ്റ് വാൾവ് തുറന്ന് പുറത്തേക്ക് സമ്പിലേക്ക് ഒഴുക്കിക്കളയുന്നു. നമ്മൾ അടുത്ത റീഡിംഗ് എടുക്കുന്നതിന് വേണ്ടി വീണ്ടും ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ചെയ്യുന്നു, ഫ്ലോ കൂട്ടുന്നു. ഓക്കെ, ഫ്ലോ കൂട്ടി. നെക്സ്റ്റ് റീഡിങ് നമുക്ക് ഫുഡ് ഗേജിൽ നോക്കി കാണാൻ കഴിയും. 19.3 കിട്ടിയിട്ടുണ്ട് H2 ആയിട്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജ് കാണണം. നമ്മൾ 3 സെറ്റ് റീഡിങ് എടുത്തു. ഇനി ഇതേപോലെ വീണ്ടും ഓരോ തവണ ഫ്ലോ കൂട്ടിയതിന് ശേഷം ഒരു 3 സെറ്റ് റീഡിങ് കൂടി എടുക്കുക. വേണ്ട കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് എയിമിൽ പറഞ്ഞിരിക്കുന്ന 2 ഗ്രാഫ് കൂടി പ്ലോട്ട് ചെയ്യണം. H വേഴ്സസ് CD, അതേപോലെ H വേഴ്സസ് QA ആക്ച്വൽ ഡിസ്ചാർജ് 2 ഗ്രാഫ് കൂടി പ്ലോട്ട് ചെയ്ത് എക്സ്പെരിമെൻറ്റ് അവസാനിപ്പിക്കാം. നമുക്ക് റെക്ടാങ്കുലാർ നോച്ചിൻ്റെ CD 0.6-ൻ്റെയും 0.7-ൻ്റെയും ഇടയിൽ വരുന്ന അതായിട്ടാണ് ലഭിക്കാറ്. കാൽക്കുലേഷൻ ചെയ്ത് നോക്കി അത് കൺഫേം ചെയ്ത് റിസൾട്ട് കണ്ടെത്താം. ഓക്കെ, താങ്ക് യു.